ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ എനിക്ക് തീരെ വയ്യായിരുന്നു. ആദ്യം പോൾമോനായിരുന്നു. പോൾമോൻ 6 നില വരെ കയറിപ്പോണം. സ്റ്റുഡൻസിന് ലിഫ്റ്റില്ല, അല്ലാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേരൻസിനൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ്റെ ബോഡി ഇതായതാന്ന് തോന്നുന്നു. അവനായിരുന്നു ആദ്യം കഫും കോൾഡും ഒക്കെ ആയിട്ട് കിടന്നത്. പിന്നെ പ്രൈസമോനായി. പ്രൈസമോന് ഒരു ദിവസമേ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ അപ്പച്ചനായി. അപ്പച്ചനെ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അപ്പച്ചന് ഇന്നിപ്പോൾ കുറവുണ്ടെന്നാണ് ചുമയുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു രാവിലെ തൊട്ട് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ തൊട്ട് എനിക്ക് നല്ലതായിട്ട് അങ്ങ് കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ചുമച്ച് എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റാത്ത ചുമയാണ്. അതിൻ്റെ ചുമച്ചതിൻ്റെ ആണോ എന്തോ എനിക്ക് ഈ സൈഡ് ഇവിടം തൊട്ട് ഇവിടെ വരെ വേദന. എനിക്ക് റൈറ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഈ വീഡിയോ ഞാൻ കിടക്കുന്നതിൻ്റെ ഈ വീഡിയോ എടുത്ത് അന്നോട്ട് വയ്യ. അന്ന് ഓരോന്നൊക്കെ തത്തിക്കൂട്ടി ചെയ്തിട്ട് ഒരു കിടപ്പ് കിടന്നതാണ്. ഈ റൈറ്റ് സൈഡ് തിരിഞ്ഞ് എനിക്ക് കിടക്കാനേ ഒക്കത്തില്ല. അങ്ങനെ അതിനും മരുന്നൊക്കെ കഴിച്ചു, ഡോക്ടറെ കണ്ടു. എന്തോ ചെയ്യാൻ, നമ്മൾ ഒരു വല്ലാത്ത സിറ്റുവേഷനായിപ്പോയി. പനി എന്നായില്ല, ഇങ്ങനെ ഈ കഫും ഇതും എന്തോ അന്നേലും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച്. എനിക്ക് മായ എന്നും രാവിലെ ഗുഡ് മോർണിംഗ് ഇടും. അന്ന് ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെയോ മെനഞ്ഞാന്നോ ഞാൻ മൊബൈൽ പോലും നോക്കിയില്ല. കാരണം മനുഷ്യർ എണ്ണിക്കാതെ എങ്ങനെ മൊബൈൽ നോക്കുന്നത്. എപ്പോഴും വൈകിട്ടെങ്ങാണ്ടാണ് ഞാൻ എടുത്ത് മൊബൈലിലൂടെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ വയ്യാതെ കിടപ്പായിരുന്നെന്ന്. ചേച്ചി മരുന്നൊക്കെ എടുത്തോ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മൂക്ക് തുടയ്ക്കുമായിരുന്നു. അതാ ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ഇപ്പം പറഞ്ഞതേ. ചിലർക്കത് കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ വാട്സപ്പിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കമ്മ്യൂണിറ്റിയിലിട്ടായിരുന്നു ഇന്നലെ വീഡിയോ ഇല്ല എന്ന്. അപ്പം 3-4 പേര് വന്ന് കമൻ്റ് ഇട്ടായിരുന്നു പെട്ടെന്ന് സുഖമാവട്ടെന്നൊക്കെ. അതിനൊക്കെ നന്ദിയുണ്ട്. ഇന്നിപ്പോൾ എത്രത്തോളം ഈ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ത്രോട്ട് ഇങ്ങനെ ഇറിറ്റേഷനായിട്ട് ചുമ വരും. ഇടാൻ പറ്റുമെങ്കിൽ ഞാനിടും. കുഞ്ഞൊരു വീഡിയോയാ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വീഡിയോ ഇടാതിരുന്ന ഈ വരുന്ന വ്യൂസ് അങ്ങ് കുറയും. അതുപോലെ മിക്കവാറും ഞായറാഴ്ച ലൈവ് വരാൻ നോക്കുന്നുണ്ടേ. സമയം ഞാൻ പറയാം. 2 മണിക്ക് 3 മണിക്ക് ഇടയ്ക്കായിരിക്കും കൂടുതലും. ഓക്കെ. തലേന്ന് ഞാനൊന്ന് അരച്ച് വെച്ചതൊന്നുമില്ലായിരുന്നു. കാരണം അന്നേരം എനിക്ക് ഇത്തിരി വയ്യാഴ്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്ന് എന്തോ പിള്ളേർക്ക് ചെയ്യുമെന്നുള്ള ഇതിൽ പ്രൈസിന് ടിഫിൻ കൊടുത്തു വിടണമല്ലേ. വയ്യായെങ്കിലും 5 മണിക്ക് നമുക്ക് എണ്ണിക്കണമല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ച് ബ്രെഡും കൊണ്ട് ഇവർക്ക് ടിഫിൻ ഉണ്ടാക്കി ഇപ്പം പോളിനും ഞാൻ എന്തോ രാവിലെ ടിഫിൻ കൊടുക്കുന്നത് വെച്ചാൽ ഒരു ഡബ്ബയിൽ ഞാൻ ആക്കി കൊടുക്കും. അപ്പം ഞാൻ ഇച്ചിരി സവാള അരിഞ്ഞ് ഇച്ചിരി ടൊമാറ്റോ അരിഞ്ഞ് ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാനങ്ങനെ പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. വേറെ ബൗളിൽ പൊട്ടിച്ചൊഴിച്ചില്ല. എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടോയെന്നാണ് ഞാനൊന്ന് നോക്കിയേ. അപ്പം കുഴപ്പമില്ല. അങ്ങനെ ഞാനൊന്ന് അതങ്ങ് ഒഴിച്ചു. എന്നിട്ടിങ്ങനെ ബ്രെഡ് എടുത്തിട്ട് ഞാൻ നേരത്തെ ഇതിങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ബ്രെഡിൽ ഒരു ഇച്ചിരി ചെറുതുപോലെ തോന്നി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ മുറിഞ്ഞിങ്ങനെ പോകത്തില്ല. മുറിഞ്ഞ് പോയാലും അതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ ഹോളാക്കി എടുക്കുമ്പം ആ അകത്തെ അതിങ്ങെടുത്ത ഉടനെ ഒരിച്ചിരി അത് മുറിഞ്ഞു പോയി. അത് ചില സമയത്ത് ഇങ്ങനെ ബ്രെഡിന് ഇത്തിരി ഇതുണ്ട്. അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അത് വലുതായിരിക്കുമല്ലേ. അങ്ങനെ ഞാനിങ്ങനെ ഒന്ന് ഹോളാക്കി എടുക്കട്ടെ. ഞാൻ ഉണ്ടാക്കുമ്പം ഇങ്ങനെ മുട്ട പൊട്ടിച്ച് മാത്രമേ, ഇങ്ങനെ സവാളയും ടൊമാറ്റോയും ഒന്നും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. ഇന്നിങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പുറത്ത് ഞാൻ ചായയൊക്കെ തിളയ്ക്കാറായി വന്ന് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ നടുക്കോട്ട് ഞാൻ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കും. 2 പേർക്ക് ഓരോന്നേ ഉണ്ടാക്കുന്നുള്ളൂ. എങ്ങനെയും ഓരോ ദിവസം പിള്ളേരെ വിടണ്ടേ, ആ ഒരു ബുദ്ധിമുട്ടാണ്. പ്രൈസിന് ഇത്തിരി ലേറ്റായിട്ട് പോയാൽ മതിയെങ്കിൽ എനിക്ക് അത്രയും കുഴപ്പം വരത്തില്ലായിരുന്നു. ഇതിപ്പം ആവുകയിലും വയ്യയിലും നമുക്ക് അന്ന് രാവിലെ എണീക്കുകയും വേണ്ടേ. അവനെ ഞാനൊരു അരമണിക്ക്, ഞാൻ 5 മണിക്ക് എണീക്കും, അവനെ ഒരു 5:30 ആകുമ്പോൾ എണീപ്പിക്കും. പിന്നെ രാവിലെ ചപ്പാത്തി വാങ്ങിക്കുന്ന ആൻറ്റി അടുത്ത് പറഞ്ഞ് ഇച്ചിരി എക്സ്ട്രാ ചപ്പാത്തി, കാരണം എനിക്ക് റീച്ചാൻ പറഞ്ഞ്
കാരണം ഈ അടുക്കളയിൽ പോയി നിന്ന് നമ്മൾ ഈ മസാലയുടെയൊക്കെ സ്മെല്ലടിക്കാൻ കുറേയും കൂടങ്ങ് നമുക്ക് അത് ഈ ഡ്രൈ കഫായിരുന്നു ആദ്യം, അങ്ങനെ കണ്ടിന്യൂസ് ചുമ വരും. അപ്പോൾ റീജൻ പറഞ്ഞു എന്നാൽ ചപ്പാത്തി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഉച്ചയ്ക്ക് അങ്ങ് ചോറൊന്നും വെക്കണ്ട, ചപ്പാത്തി ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ ആൻറ്റിക്ക് വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു കുറച്ച് എക്സ്ട്രാ ചപ്പാത്തി ഇന്ന് വേണമെന്ന്. അങ്ങനെ ഉച്ചയ്ക്കും വൈകിട്ടും ഇന്നെല്ലാവരും ചപ്പാത്തിയിലായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോഹയാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ജീരകവും കടുകും ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അത് അവൽ ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. പനിയില്ല എങ്കിലും നമുക്ക് വായിക്കൊരു രുചിയില്ല. അപ്പം പ്രൈസമ്മ ഞാൻ വിശക്കുന്നില്ല, പ്രൈസമ്മ പറ മമ്മിക്ക് പനിയുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അരേ പനിയില്ലേലും എന്താ പനി എന്നാൽ വരും മമ്മിക്ക്, അതാ മമ്മിക്ക് ഫുഡിനോട് ഇഷ്ടം തോന്നാത്തത്. പനിയുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതെന്നും. അവനും ആദ്യത്തെ ദിവസം ഇങ്ങനെ ഫുഡിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് പനിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, പക്ഷേ ചൂടില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ മസാലയ്ക്കകത്ത് ഈ പച്ചമുളക് കിട്ടില്ല, അതൊക്കെ ഒരു ഇച്ചിരി സ്മെല്ലടിക്കുമ്പോഴത്തേക്കിന് ചുമ കൂടും. പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലേ. പിന്നെ എക്സോസ് ഫാൻ ഇടുന്നുണ്ട് കുറച്ചൊക്കെ സ്മെല്ലങ്ങ് പുറത്തോട്ടങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിട്ടുകൊണ്ടായിരിക്കുന്നത്. അതാ ഈ നോർമൽ സൗണ്ട്. ഇപ്പം എനിക്ക് തൊണ്ട വയ്യെങ്കിലും ആ എക്സോസ് ഫാൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നോർമൽ സൗണ്ട് ഇടായിരുന്നു. അപ്പോൾ ആ എക്സോസ് ഫാനിൻ്റെ സൗണ്ട് ഞാനിപ്പോൾ നോർമൽ സൗണ്ട് ഇടുവാണെങ്കിൽ ആ സൗണ്ട് കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കങ്ങ് ഒരു വല്ലാത്ത അരോചകമായിട്ട് തോന്നും. ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് ഇപ്പം ഞാൻ ഉപ്പ് സ്വല്പം വെള്ളത്തിൽ കലക്കിയാണ് ചേർത്തത്. ചില സമയത്ത് ഞാനിങ്ങനെ ഉപ്പ് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഡ്രൈ ആയിട്ടല്ലേ എടുക്കുന്നത്. ചിലപ്പോൾ പച്ചമുളകൊക്കെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കടിക്കുമ്പം അതിൻ്റെ അകത്ത് ഉപ്പ് ഇത്തിരി കൂടിയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ കലക്കി ചേർത്ത്. ഇപ്പം നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച്. കാരണം പിള്ളേരൊന്നും രാവിലെ കഴിക്കുന്നില്ലല്ലോ ഇത്, അവർക്ക് ഞാനത് കൊടുത്ത് വിട്ടല്ലേ. അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. എന്നിട്ടും വൈകിട്ടത്തേക്കിനും ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞാലും ഇതൊക്കെ വൈകിട്ട് ഒന്നുമില്ലെങ്കിൽ ആ സമയത്ത് പിള്ളേർ കഴിക്കും. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് കൊടുത്തില്ല ഡാഡിക്ക്. അത് കഴിഞ്ഞ് പ്രീസമോനെ വിടാൻ പോയി. വിട്ടിട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡാഡിക്ക് കൊടുത്തത്. അല്ലെങ്കിൽ സമയം പോകുമെന്നും പറഞ്ഞ് എളുപ്പം ഓടിപ്പോവുമായിരുന്നു. റീച്ചാൻ ലേറ്റായിട്ട് വന്നുകൊണ്ട് റീച്ചാൻ ഉറങ്ങുക. ഞാൻ ചിന്തിച്ചെന്നാൽ റീച്ചാനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിട്ടിട്ട് വന്നു. ഇനി ഒരു ചായ കുടിക്കട്ടെ, ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. കോൾഡ്. റീച്ചാൻ ലേറ്റായിട്ടാണ് ഇന്നലെ വന്നത്. എൻ്റെ അടുത്ത് കുറേ പൊയ്ക്കോളാം. ഞാൻ പറഞ്ഞു വേണ്ട, തലവേദന എടുക്കാം. ഷാളൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ മണ്ടയിലോട്ട് വലിച്ചു വാരി ഇട്ടിട്ട് ഡ്രസ്സ് പോലും മാറി. അതെ ഡാഡിക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ പോയി വീണ്ടും നൈറ്റി എടുത്തിട്ട്. അപ്പോൾ എന്തൊക്കെ ഞാൻ അവനെ വിട്ടിട്ട് വന്ന് ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ട് ഞാനൊരു തലവേദനയെന്ന് വെച്ചാൽ അങ്ങ് പൊട്ടിപ്പോകുന്ന തലവേദന. ഞാനങ്ങനെ ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ എന്ത് വന്നാലും 1 മണിക്കൂർ കിടന്നു. എന്നിട്ട് പിന്നെ വന്ന് എന്ത് വന്നാലും തുണി വാഷിങ്ങിൽ നിറഞ്ഞു കിടക്കുന്ന തുണി. ഈ പോൾമോൻ എന്നും പോകുന്നുണ്ട്, എന്നും അവൻ്റെ ഷർട്ട് കാണും, ജീൻസ് കാണും, ഇതെല്ലാം കാണുമല്ലേ. അപ്പോൾ അല്ലെങ്കിലും അവൻ്റെ ഡ്രസ്സ് വീട്ടിൽ ഇടുന്നതാണെങ്കിലും ഡെയിലി 2-3 കാണും. അവനെ ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം നമ്മൾ കഴുകാതിരുന്ന തുണി ഭയങ്കരമായിട്ട് പെയിൻറ്റിങ് ആവും. അതുകൊണ്ട് വയ്യെങ്കിൽ ഞാൻ തുണി അങ്ങിട്ട് അവിടുത്തെയൊക്കെ റീച്ചാനങ്ങ് വിരിച്ചു. പോൾമോൻ ഉച്ചയായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇത്
ഇവിടുത്തെ ഞാനും അങ്ങ് വിരിച്ച്. തുണി വഴി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിന്തിച്ച് ചപ്പാത്തിക്കൊരു മുട്ട തോരൻ പോലെ വെക്കാമെന്ന്. അല്ലാതെ ബുർജിയല്ല, തോരനായിട്ട്. ആദ്യം ചിന്തിച്ച് കറി ഉണ്ടാക്കാമെന്ന്, പിന്നെ ചിന്തിച്ച് ഇത് ഉണ്ടാക്കാമെന്നങ്ങ് എളുപ്പം. ഞാനൊരു 3-4 സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഒരു പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഒത്തിരി നമ്മൾ ഈ മുട്ടക്കറിക്ക് വഴറ്റുന്നത് പോലെ വഴറ്റുന്നില്ല. കുറച്ചൊന്ന് അരിഞ്ഞത് ഞാൻ ഇച്ചിരി ഒത്തിരി അങ്ങ് പൊടിയായിട്ടല്ല, ഒരു ഇച്ചിരി വലിയ പീസായിട്ട് അരിഞ്ഞത്. എന്നിട്ട് അത് ഇതിലേക്ക് ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് അതൊന്ന് കുറച്ചൊന്ന് പച്ചപ്പ് പോട്ടെ. ഇതൊന്ന് ഇത്രയും ഞാനൊന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. വേറൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട്, അറിയാമല്ലോ പിന്നെ ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാനിതിൽ മുട്ടയും കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓരോ ബൗളിൽ ഒഴിച്ചിട്ടാണ് ഓരോന്നോരോന്നാണ് ഞാൻ ഇട്ടത്. ഒന്നാമതെ മുട്ട കുറവ്, പിന്നെ ഒരെണ്ണം പന്നലായ ബാക്കിയുള്ളത് കൂടെ വേസ്റ്റായി പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നാണ് പൊട്ടിച്ചത്. അതിനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇച്ചിരി ഒന്ന് പച്ചപ്പ് പോട്ടെ. ഞാൻ ഇച്ചിരി അടച്ച് വെച്ച് അത് കഴിഞ്ഞൊന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പം പച്ചപ്പ് ചിലത് പോയില്ല. ഞാൻ ഇച്ചിരി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചവിടെ ചെറിയ തീയിലിട്ട് പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കണമായിരുന്നു. ആ ക്യാനൊക്കെ ഒന്ന് കഴുകണം. അപ്പം ക്യാനൊന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ വേണം വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.